സ്ട്രെസ്സും ഡയബറ്റിസും തമ്മിൽ ബന്ധമുണ്ടോ? ഹായ്, ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. സ്ട്രെസ്സ് അഥവാ മാനസിക പിരിമുറുക്കവും ഡയബറ്റിസും തമ്മിൽ ബന്ധമുണ്ട്. സ്ട്രെസ്സ് ഉണ്ടാവുമ്പോൾ നമ്മുടെ വിശപ്പ് കുറയുമെങ്കിലും ഹൈപ്പർ മെറ്റബോളിസം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ശരീരത്തിൽ നടക്കും. അപ്പോൾ ഈ പ്രക്രിയക്ക് കൂടുതൽ എനർജി ആവശ്യമാണ്. ഈ എനർജി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിലെ അവയവങ്ങളിലും മസിൽസിലും ഒക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന പ്രോട്ടീൻസിനെ വിഘടിപ്പിച്ചുകൊണ്ട് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഗ്ലൂക്കോസാണ് പിന്നെ എനർജി ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ ഉൽപ്പാദനവും അതുപോലെ തന്നെ പ്രോട്ടീൻസിൻ്റെ വിഘടനവും ഒക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡയബറ്റിസ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ 50% ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോട്ടീൻസിൻ്റെ എമൗണ്ട് കുറക്കാനും ഇടയാക്കും. ഇതൊക്കെ വെറും ഒരു മാസത്തിനുള്ളിൽ തന്നെ സംഭവിക്കും. അപ്പോൾ അതാണ് ഈ പ്രോട്ടീൻസ് സാധാരണ ഡയബറ്റീസ് രോഗികളിൽ ലീൻ മസിൽ മാസ്സായിട്ട് അതായത് മെലിയാനിട ഒരു പ്രധാന കാരണം. അപ്പോൾ ഡയബറ്റിസ് ഉള്ളവരും ഇല്ലാത്തവരും ഈ സ്ട്രെസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ സ്ട്രെസ് ഒഴിവാക്കാൻ നമുക്ക് നാച്ചുറൽ വേയിലൂടെ പറ്റുന്നില്ല എങ്കിൽ സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റിയ വൈറ്റമിൻ ഡി ഒരു മെയിൻ ഫാക്ടറാണ് ഈ ഓവർ സ്ട്രെസ് വരുന്നതിന്. അപ്പോൾ അത് വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ്, ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റ്, അയൺ ഫെറിറ്റിൻ അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ്, ഇതൊക്കെ കഴിച്ചിട്ട് ആ സ്ട്രെസ് ലെവല് നോർമലാക്കി സൂക്ഷിക്കുകയും ചെയ്താൽ നമുക്ക് ഡയബറ്റിസിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡയബറ്റിസ് ഉള്ളവരും ഇല്ലാത്തവരും സ്ട്രെസ് ഒഴിവാക്കാൻ കംപ്ലീറ്റ് ശ്രദ്ധിക്കുകയും വേണം. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു.